അമേരിക്ക ഇറാൻ യുദ്ധം ഒരു സൈനിക സംഘർഷം എന്നത് കടന്ന് ഒരു രാജ്യത്തിന്റെ അധികാര ഘടനയെ തന്നെ പുനർരൂപകൽപ്പന ചെയ്യുന്ന വലിയ രാഷ്ട്രീയ ഭൂചലനമായി മാറുകയാണ്. ഈ സാഹചര്യത്തിൽ പുറത്തു വന്ന പുതിയ റിപ്പോർട്ട് ഇറാനിൽ യുദ്ധകാല അധികാരം പൂർണ്ണമായും സൈനിക ശക്തിയായ IRGC ഏറ്റെടുത്തു എന്നത് ഒരു സാധാരണ വാർത്തയല്ല. അതൊരു സൈലന്റ് പവർ ഷിഫ്റ്റിന്റെ തെളിവാണ്. ഇറാന്റെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഹൃദയം എപ്പോഴും മത നേതൃത്വമായിരുന്നു. എന്നാൽ ഇന്ന് ആ സിസ്റ്റം തകർന്നു വീണതുപോലെ ഒരു ചിത്രം കാണാം. മുൻ സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ മുസ്തഫ ഖമേനിക്ക് ഔദ്യോഗിക പദവി ലഭിച്ചുവെങ്കിലും യഥാർത്ഥ അധികാരം അദ്ദേഹത്തിന് ഇതുവരെയും കൈയാളാൻ കഴിഞ്ഞിട്ടില്ല. അതിന് പല ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടുന്നുവെങ്കിലും യാഥാർത്ഥ്യം ഇപ്പോഴും വെളിപ്പെട്ടിട്ടുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് IRGC എന്ന സൈനിക സംഘടനയുടെ ഉയർച്ചയാണ്. അവർ വെറും സൈനിക നീക്കങ്ങൾ മാത്രമല്ല നിയന്ത്രിക്കുന്നത്. നിലവിൽ രാഷ്ട്രീയ തീരുമാനങ്ങളും സമാധാന ചർച്ചകളും അടക്കം എല്ലാം അവരുടെ കൈകളിലേക്കാണ് മാറിയത്. പ്രധാന തീരുമാനങ്ങളെല്ലാം സുരക്ഷാ കൗൺസിലിന്റെയും IRGC നേതൃത്വത്തിന്റെയും നിയന്ത്രണത്തിലാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് ഇറാൻ ഇനി ക്ലറിക്കൽ സ്റ്റേറ്റ് അല്ല, മറിച്ച് മിലിറ്ററി സെക്യൂരിറ്റി സ്റ്റേറ്റ് ആയി മാറുകയാണ്. അമേരിക്കയും ഇസ്രയേലും യുദ്ധം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോൾ ഇറാന്റെ ഭരണ സംവിധാനത്തിൽ നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായാണ് റിപ്പോർട്ട്. രാജ്യത്തിന്റെ പരമോന്നത നേതാവിനുണ്ടായിരുന്ന സർവാധിപത്യം കുറയുകയും സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭരണകാര്യങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇറാന്റെ എല്ലാ സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്നത് പരമോന്നത നേതാവായിരുന്നു. എന്നാൽ ഇപ്പോൾ സൈനിക കമാൻഡർമാരുടെ പക്കലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടു എന്നതാണ് റിപ്പോർട്ട് പറയുന്നത്. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട ശേഷം അധികാരമേറ്റ മകൻ മുസ്തഫ ഖമേനിക്ക് പിതാവിനെ പോലെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സൈനിക ജനറലുകൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന നിലയിലേക്ക് അദ്ദേഹം ഒതുങ്ങിയെന്നും സൈന്യത്തിന് മേധാവിത്വം ലഭിച്ചതോടെ അമേരിക്കയുമായുള്ള ചർച്ചകളിലും മറ്റും ഇറാൻ കൂടുതൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു എന്നുമാണ് വാർത്താ ഏജൻസി പറയുന്നത്. ഇതാണ് സമാധാന ചർച്ചകളെ മന്ദഗതിയിലാക്കിയതെന്നും ചൂണ്ടിക്കാട്ടുന്നത്. നയതന്ത്രപരമായ മറുപടികൾ നൽകുന്നതിൽ ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന കാലതാമസത്തിന് കാരണവും ഏകീകൃത നേതൃത്വത്തിന്റെ അഭാവമാണ് എന്നാണ് റിപ്പോർട്ട്. മതനേതൃത്വത്തിന്റെ കൈപ്പിടിയിലായിരുന്ന ഇറാന്റെ ഭരണം ഇപ്പോൾ പൂർണ്ണമായും സൈനിക സുരക്ഷാ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലായി മാറിയെന്നാണ് റിപ്പോർട്ട്. ഇത് മേഖലയിലെ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഈ മാറ്റത്തിന്റെ പശ്ചാത്തലം യുദ്ധമാണ്. അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങൾ ഇറാന്റെ മുകളിലത്തെ നേതൃത്വത്തെ തന്നെ തകർത്തു. നിരവധി പ്രമുഖ സൈനിക രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെട്ടതോടെ അധികാരം ഒരു ചെറിയ കഠിനമായ സൈനിക വൃത്തത്തിലേക്ക് ചുരുങ്ങി. ഇത് യുദ്ധകാല രാഷ്ട്രീയത്തിൽ സാധാരണയായ ഒരു പ്രവണതയാണ്. അസ്ഥിരത കൂടുമ്പോൾ അധികാരം ശക്തമായ സൈനിക ഘടകങ്ങൾ കൈവശപ്പെടുത്തും. ഇവിടെ ഒരു പ്രധാന വ്യക്തി മുന്നോട്ട് വരുന്നു. IRGC കമാൻഡർ, പ്രത്യേകിച്ച് അഹമ്മദ് വഹീദി പോലുള്ള നേതാക്കൾ. അവരാണ് യുദ്ധവും സമാധാനവും സംബന്ധിച്ച പ്രധാന തീരുമാനങ്ങൾ നിലവിലെടുക്കുന്നത്. വിദേശ നയത്തിൽ പോലും കഠിനമായ നിലപാട് സ്വീകരിക്കുന്നത് ഇതിന്റെ ഫലമാണ്. അതിനാലാണ് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൽ ഇറാൻ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. സമാധാന ചർച്ചകൾ പോലും മുന്നോട്ട് പോകാത്തത്. ഇതിന്റെ രാഷ്ട്രീയ അർത്ഥം കൂടുതൽ ഗൗരവമുള്ളതാണ്. സാധാരണയായി ഒരു രാജ്യത്ത് രാഷ്ട്രീയ നേതാക്കൾ യുദ്ധത്തെ നിയന്ത്രിക്കും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് മറിച്ചാണ്. യുദ്ധം തന്നെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നു. IRGC അധികാരം പിടിച്ചെടുത്തതോടെ നയതന്ത്രപരമായ ഇളവുകൾക്ക് സാധ്യത കുറഞ്ഞു. അതായത് സമാധാന സാധ്യതകൾ കൂടി അകന്നു പോകുന്നു എന്ന് യാഥാർത്ഥ്യം. ഇറാൻ ഇന്ന് പഴയ ഇറാൻ അല്ല. മതാധിഷ്ഠിത ഭരണകൂടം പതുക്കെ പിന്നിലേക്ക് നീങ്ങുമ്പോൾ സൈനിക ശക്തി മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ മാറ്റം യുദ്ധത്തിന്റെ ദിശയെയും ഭാവിയെയും നിർണ്ണയിക്കുന്നതാണ്. കാരണം സൈനിക നേതൃത്വമുള്ള ഒരു ഇറാൻ കൂടുതൽ കഠിനവും കൂടുതൽ അനിശ്ചിതവുമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. യുദ്ധം വെറും അതിർത്തികളിൽ മാത്രമല്ല നടക്കുന്നത്, അത് രാജ്യങ്ങളുടെ ഉള്ളിലെയും അധികാര കേന്ദ്രങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു ശക്തിയായി മാറിയിരിക്കുന്നു.